വിജ്ഞാന സദസ്സുകൾ വിദ്യാലയങ്ങളാണ്. അതായത് ജീവിത പാഠങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന പാഠശാലകളാണ് ഓരോ വിജ്ഞാന കൂട്ടായ്മകളും. അതിൽ ചെറിയവരും മുതിർന്നവരും കുടുംബക്കാരും എന്നല്ല, സമൂഹത്തിലെ എല്ലാ നിലക്കുള്ളവരും പങ്കെടുക്കും. ഇത്തരം കൂട്ടായ്മകൾ വഴിയാണ് നാം കൂടിക്കാഴ്ചകളുടെയും കൂടിയാലോചനകളുടെയും മൂല്യങ്ങൾ മനസ്സിലാക്കുക. വിജ്ഞാന കൂട്ടായ്മകൾക്ക് നാം ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. ഉത്തമ സ്വഭാവങ്ങളും ശ്രേഷ്ഠ സംസ്കാരങ്ങളും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള അനുഗ്രഹാവസരമാണ് അവ. ഒത്തുകൂടലുകളിൽ കാണിക്കേണ്ട പല മര്യാദകളുമുണ്ട്. കണിശമായും അവ പാലിച്ചിരിക്കണം. സദസ്സുകളിലേക്ക് വരുന്നയാളുകളെയും സന്ദർശകരെയും ഗൗനിക്കുകയും അതിഥിയായി പരിഗണിച്ച് ബഹുമാനിക്കുകയും വേണം. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. സദസ്സിൽ സംസാരിക്കുന്നവരുടെ വാക്കുകൾ സശ്രദ്ധം കേൾക്കണം. ഫോണുകൾ തോണ്ടിയിരിക്കരുത്. ഫോണിൽ മുഴുകി സദസ്സിൽ അശ്രദ്ധനാവുന്നത് നീതീകരിക്കാനാവില്ല. നമുക്ക് നബിചരിതം തന്നെ പാഠമായുണ്ട്. ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധ മോതിരത്തിലേക്ക് തിരിഞ്ഞു. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നെ ഈ മോതിരം ശ്രദ്ധ തെറ്റിച്ചു. അങ്ങനെയാണ് ഇതിലേക്കും നിങ്ങളിലേക്കും നോക്കിയിരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോതിരം അവിടെ അഴിച്ചുവെച്ച് പൂർണ്ണമായും സദസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു. സദസ്സിലെ രഹസ്യങ്ങൾ നമ്മളിൽ ഏൽപ്പിക്കപ്പെടുന്ന സൂക്ഷിപ്പ് ബാധ്യതകളാണ്. അവ പുറത്തെത്തിക്കരുത്. സദസ്സിലുള്ള ഫോട്ടോകൾ അവരറിയാതെ അവരുടെ സമ്മതമില്ലാതെ പകർത്തരുത്. അത് ബഹുമാനക്കേടാണ്. ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ അഭിമാനം പിച്ചു ചീന്തുന്നതും പരദൂഷണം പറയുന്നതുമെല്ലാം സദസ്സിന്റെ പരിശുദ്ധി കളയും. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പരദൂഷണം പറയരുത്. സഹോദരന്റെ മൃതദേഹമാംസം ഭുജിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അത് നിങ്ങൾ വെറുക്കുകയാണുണ്ടാവുക. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് സൂറത്തുൽ ഹുജറാത്തിലെ 12-ാം സൂക്തത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. നാടിൻ്റെ സംസ്കൃതിക്കും പൈതൃകത്തിനുമനുസരിച്ച് സദസ്സുകളെ കുറ്റമറ്റതാക്കണം. മതചിട്ടകൾ പാലിക്കുന്നതിലും യാതൊരു വിട്ടുവീഴ്ചയും അരുത്. സദസ്സുകളിൽ പാലിക്കേണ്ട മര്യാദകൾ നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം. തലമുറകൾക്ക് കൂട്ടായ്മകളുടെ പ്രാധാന്യം വിവരിച്ചു കൊടുക്കണം. സാമ്പ്രദായിക നന്മകളും മേന്മകളും പഠിക്കാനായി ചെറിയ മക്കളെയും പങ്കെടുപ്പിക്കണം. സദസ്സിൻ്റെ പ്രൗഢിയും സ്വകാര്യതയും കാത്തുസൂക്ഷിക്കാൻ അവരെയും പ്രാപ്തരാക്കണം. അതിഥികളെയും മുതിർന്നവരെയും ബഹുമാനിക്കാനും അവസരമുണ്ടാക്കണം. സദസ്സിൽ ചെന്നാൽ ദിക്റും സ്വലാത്തും ശീലമാക്കണം. കടന്നു ചെന്നിരുന്ന സദസ്സിൽ വെച്ച് ദൈവസ്മരണയും സ്വലാത്തും ചൊല്ലാത്തവന് നഷ്ടം തന്നെയാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട്. സദസ്സിന്റെ സമാപ്തിയിൽ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കണം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് ഇങ്ങനെ ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന സദസ്സിൽ വെച്ച് സംഭവിക്കുന്ന പാകപ്പിഴവുകൾക്ക് പ്രായശ്ചിത്തമാകുമെന്നും പ്രവാചക വചനങ്ങളിൽ കാണാൻ കഴിയും.